Hi all my students, welcome back to another class of State Crash Class conducted by Archana Study Center. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 9 ആയ പോളിനോമിയൽസിലാണ്. പോളിനോമിയൽസിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് പ്രോബബിൾ ആയ ഒന്ന് രണ്ട് മെത്തേഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫുൾ ചാപ്റ്റർ ആയിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നിന്നും കൂടുതൽ സാധ്യതയുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള മെത്തേഡ്സുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Write the polynomials below as the product of first two degree factors. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് തന്നിരിക്കുന്നത് അല്ലെ. എക്സ് എന്ന് പറയുന്ന അൺനോൺ വേരിയബിൾ ആണ്. എക്സിന്റെ മാക്സിമം പവർ 2 ആണ്. അപ്പൊ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 30x പ്ലസ് 221. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആകുമ്പോൾ അതിന് മാക്സിമം എത്ര സൊല്യൂഷൻ ഉണ്ടാവും? 2 സൊല്യൂഷൻസ് ഉണ്ടാവും. 3 മെത്തേഡുകൾ ഉണ്ട് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്താലാണ് ഈ പോളിനോമിയൽ 0 തരുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതാണ് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആവുന്നത് എക്സിന് ഏതൊക്കെ വാല്യൂസ് വരുമ്പോഴാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ മറ്റൊരു ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യാം. ഇതൊരു ഫസ്റ്റ് മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് ഈ ഒരു ഇക്വേഷൻ അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സിന്റെ ടേം എ പ്ലസ് ബി കോഎഫിഷ്യന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഈ 30. അതിന് എ പ്ലസ് ബി ഓഫ് എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിരിക്കുന്ന പോളിനോമിയലിനെ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ പ്ലസ് ബി. ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പ്ലസ് എ ബി ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ പ്ലസ് ബി. തന്നിരിക്കുന്ന പോളിനോമിയൽ ഏതാണ്? 30 ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു 30 നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എ ബി എന്താണ്? 221 ആണ്. എ ബി ഈക്വൽ ടു 221 ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് 2 ഇൻഫോർമേഷൻസ് കിട്ടും. അതായത് നമ്മുടെ എ ബി 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ബി 221 വരണം. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 30 ആണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്നതായിരിക്കും. എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോമിൽ എഴുതാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 30, എ ബി ഈക്വൽ ടു 221. നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി അറിയാം വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്കറിയാം 17 ഇൻറ്റു 13 എന്ന് പറയുന്നത് 221 ആണ്. 17 പ്ലസ് 13 എന്ന് പറയുന്നത് 30 ആണ്. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ 17 എടുക്കാം, ബി 13 എടുക്കാം. ഡയറക്റ്റ് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് പ്ലസ് 13 ഈക്വൽ ടു 0 ആണ്. ഓക്കെ, 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് 0 ആണെങ്കിൽ ഐദർ ഈ നമ്പർ അല്ലെങ്കിൽ ഈ നമ്പർ 0 ആയിരിക്കും അല്ലെ. അതായത് 5 ഇൻറ്റു എ എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞാൽ എ നിർബന്ധമായിട്ടും 0 ആയിരിക്കണം അല്ലെ. നമ്മൾ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ 0 ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ എന്തായാലും 0 ആയിരിക്കണം. അപ്പൊ ഇത് അതുപോലെയല്ലേ കിടക്കണം. എക്സ് പ്ലസ് 17 ഇൻറ്റു എക്സ് പ്ലസ് 13 ഈക്വൽ ടു 0 എന്ന് പറയണ്ടേ. അതിന്റെ മീനിങ് എക്സ് പ്ലസ് 17 ആണെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് എക്സ് പ്ലസ് 13 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? എക്സ് എന്ന് പറയുന്നത് -17 ആവാം, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -13 ആവാം. അപ്പൊ ഇങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് എ പ്ലസ് ബി 30, എ ബി ഈക്വൽ ടു 221 വന്നപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റി. 17ഉം 13 ആണ്. ചിലവർക്ക് അത് അറിയാം അല്ലെ, ചിലവർക്ക് അത് പെട്ടെന്ന് ക്ലിക്ക് ആവത്തില്ല. അപ്പൊ ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ഭാഗ്യപരീക്ഷണം എന്നൊക്കെ പറയാം. അപ്പോ ഇത് എല്ലാറ്റിനും കിട്ടില്ല. ചിലപ്പോൾ റൂട്ടുള്ള സൊല്യൂഷൻസ് വരും. 2 + √2/3 എന്നൊക്കെ പറയുന്ന സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ എ ഇങ്ങനെയാവാം, ബി ഇങ്ങനെയാവാം എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മെത്തേഡ് ഉണ്ട്. മോസ്റ്റ് കോമൺലി നമ്മളൊരു ഇക്വേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് മെത്തേഡിൽ നമുക്ക് നോക്കാം. സെക്കൻഡ് മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയാണ്. നമ്മൾ ഇതിനെ ജനറൽ ഒരു സൊല്യൂഷനായിട്ട് കമ്പയർ ചെയ്യണം. എക്സിന്റെ കോഎഫിഷ്യൻസിന് എ പ്ലസ് ബി ഈക്വൽ ടു 30 എഴുതി,
കോൺസ്റ്റന്റ് ടേം എ ബിക്ക് 221 ഇട്ടു. എന്നതിന് ശേഷം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab. അപ്പൊ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ളതിന് അങ്ങനെ ചെയ്യാം. എ പ്ലസ് ബി നമുക്ക് എന്താണ് 30 സ്ക്വയർ ആണ്. 30 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എത്രയാണ് വരുന്നത് 221 ആണ്. 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9 ആണ്. 2 0 അല്ലെ. 221 ഇൻറ്റു 4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 221 ഇൻറ്റു 4 ഈക്വൽ ടു 844 ആണ് വരുന്നത് അല്ലെ. ഇനി 900 നിന്ന് നമുക്ക് മൈനസ് ചെയ്തേക്കാം. 900 മൈനസ് 884 ഈക്വൽ ടു 6 പ്ലസ് 4 ഈസ് ഈക്വൽ ടു 10 9 1. ഓക്കെ, ഇതാണ് നമുക്ക് 16 ആണ് നമുക്ക് എന്ത് വരുന്നത് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വരുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ 16 എന്ന് പറയുന്നത് എന്താണ് 4 ഇൻറ്റു 4 ആണ് അല്ലെ. ദാറ്റ് ഈസ് 4 സ്ക്വയർ. ഇങ്ങനെ എഴുതാം അല്ലെ. ദാറ്റ് ഈസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. നമുക്ക് ഈ പവർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി എ മൈനസ് ബി ഈക്വൽ ടു 4. ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ഇത്രയും നമ്മൾ ചെയ്യുക. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ മൈനസ് ബി കണ്ടുപിടിക്കുക. അപ്പൊ അതെന്തായാലും ഒരു റൂട്ടുള്ള ഒരു നമ്പർ കിട്ടും. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 30 എന്നത് നമുക്കറിയാം. നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എ മൈനസ് ബി എന്ന് പറയുന്നത് 4 ആണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും ആഡ് ചെയ്ത് നോക്കിക്കേ. പ്ലസ് ബി മൈനസ് ബി അല്ലെ. എയും എ. അപ്പൊ 2a എന്ന് പറയുന്നത് എന്താണ് 30 പ്ലസ് 4 34 ആണ് വരുന്നത്. ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എ എന്ത് കിട്ടും 34 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 2 കട്ട് ചെയ്ത് പോകുമ്പോൾ 1 17 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത് എ കിട്ടുന്നത്. ഇനി എ എന്നുള്ളത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 4. ഓക്കെ, 17 മൈനസ് ബി ഇസ് ഈക്വൽ ടു 4. ബി ഇസ് ഈക്വൽ ടു 17 മൈനസ് 4 വരും. ഓക്കെ, ഈക്വൽ ടു 13. എങ്ങനെ ബി എങ്ങനെ വന്നു? ബി എന്നുള്ളത് നമ്മൾ ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് ബി ആവും. 4 എന്നുള്ളത് ഈക്വൽ ടുന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും മൈനസ് 4 ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 13 കിട്ടും. അപ്പൊ കണ്ടു 17ഉം ബി 13 കിട്ടിയതുണ്ടോ. അപ്പൊ ഈ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് മെത്തേഡ്. ആദ്യത്തെ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. എല്ലാ ഇക്വേഷനും സൊല്യൂഷൻ അങ്ങനെ കിട്ടത്തില്ല. നമുക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ അവരെടുത്ത് പറയുകയാണെങ്കിൽ അതും ചെയ്യാം. നമ്മൾ ചെയ്ത് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു മെത്തേഡിലൂടെയും ചെയ്യാം. ഈ മെത്തേഡ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ആദ്യം നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷനിൽ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എ പ്ലസ് ബി ആണ്. കോൺസ്റ്റന്റ് ടേം എ ബി ആണ്. അപ്പൊ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ മൈനസ് ബി കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ ആണ്. അത് രണ്ടും ആഡ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 2a എന്ന് പറയുന്നത് 34 ആണ്. 30 പ്ലസ് 4 34. ബി എന്നുള്ളത് ക്യാൻസൽ ആയിപ്പോവും. ബിയും മൈനസ് ബിയും കൂടി ക്യാൻസൽ ആയിപ്പോവും. എ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് 17 ആണ്. 17 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് എ മൈനസ് ബി ഈക്വൽ ടു 4 ആണ് അല്ലെ. അപ്പൊ എയുടെ സ്ഥാനത്ത് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 17 മൈനസ് ബി ഇസ് ഈക്വൽ ടു 4. ബി ഇസ് ഈക്വൽ ടു 17 മൈനസ് 4 ഇസ് ഈക്വൽ ടു 30. ഇതാണ് ഒരു മെത്തേഡ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കാം. ഇങ്ങനെ ഒരു പോളിനോമിയൽ വന്നാൽ നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഇക്വേഷൻ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇത് കമ്പയർ ചെയ്യേണ്ടത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഈ ഒരു ജനറൽ ഫോമുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നോക്കിക്കേ, എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്നതിനാണ് എ. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കൂടെ ഒന്നുമില്ല അല്ലെ, 1 ആണ് കിടക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് 1 ആണ്. ഇനി ഇവിടെ എക്സിന്റെ കൂടെ കിടക്കുന്നതിനാണ് ബി എന്നിടുന്നത്. ഓക്കെ, അപ്പൊ ബി ഇസ് ഈക്വൽ ടു 30 ആണ്. ഇവിടെ നോക്കിക്കേ, കോൺസ്റ്റന്റ് ടേം ആണ് സി എന്ന് പറയുന്നത്. സി ഈക്വൽ ടു 221. ഇങ്ങനെ നമ്മൾ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എ ബി സി എന്നുള്ളത് എഴുതുക. ഇനി നമ്മളൊരു ഇക്വേഷൻ പഠിക്കണം. അതായത് ഇതിന്റെ സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. ഇക്വേഷൻ കുറച്ച് വലുതായിട്ട് തോന്നും. നിങ്ങളിത് എഴുതി തന്നെ പഠിക്കുക. ഇത് ചെയ്യാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഈ റൂട്ടുള്ള ഈ ഭാഗം ഒന്ന് ചെയ്തിട്ടേക്കാം. ബി സ്ക്വയർ മൈനസ് 4ac. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് ചെയ്ത് നോക്കാം. ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 30 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ. എത്രയാ വരുന്നത്
1 ഇൻറ്റു സി എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് 221 ആണ്. 30 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വരുന്നത് 900 അല്ലെ. 4 ഇൻറ്റു 221 നമ്മൾ നേരത്തെ ചെയ്തതാണ് 884. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്താ വരുന്നത് മൈനസ് ചെയ്യുമ്പോൾ 16. ഓക്കെ, ഇനി നമുക്ക് ഈ വലിയ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു ടേം ഒന്ന് കണ്ടുവെക്കാം. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ആദ്യം നമ്മൾ ഈ ടേമിൽ ഈ വലിയ ടേം ഇത്രയും ഭാഗം ഒന്ന് ചെയ്തു വെക്കാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 ആണ്. ഇനി ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് 30 പ്ലസ് ഓർ മൈനസ് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. പ്ലസ് ഇട്ട ഒരു സൊല്യൂഷൻ കിട്ടും, മൈനസ് ഇട്ട വേറെ സൊല്യൂഷൻ. റൂട്ട് 16 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. എ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, 2a. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 റൂട്ട് 16 എത്രയാണ് വരുന്നത് 4 ആണ് അല്ലെ, പ്ലസ് ഓർ മൈനസ് 4 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഒന്നുകൂടി എഴുതാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2. അതുപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 30 minus 4 divided by 2. That is equal to x is equal to minus 26 divided by 2 or minus 34 divided by 2. എന്താണ് minus 26 by 2? x is equal to minus 13 or minus 17. ഇതല്ലേ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സൊല്യൂഷൻ, minus 17 or minus 13. ഇതാണ് തേർഡ് മെത്തേഡ്. ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, ഇത് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ഒരു പോളിനോമിയലിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എങ്ങനെയൊക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് വേർഡ് പ്രോബ്ലംസ് വരും. അതായത് നമുക്ക് ഇനി അത് ഡിസ്കസ് ചെയ്യാം. അതെങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് പോളിനോമിയൽസിന്റെ രൂപത്തിൽ എഴുതാം, എന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് ഇതിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് പഠിക്കണം ഈ ചാപ്റ്ററിൽ? ഈ 3 മെത്തേഡ് ഇരുന്ന് ചെയ്ത് പഠിക്കണം. അതിനുശേഷം നമുക്ക് വേർഡ് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു വേർഡ് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്കലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇത് നന്നായി വായിച്ചു നോക്കാം. നമുക്ക് ഒരുമിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ പെരിമീറ്റർ അതിന്റെ ഇക്വേഷൻ നമുക്ക് മനസ്സിൽ വരണം. അത് നമ്മൾ ഇക്കൊല്ലം പഠിക്കുന്നതല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ 9th-ലും 8th-ലും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്താണ്? റെക്ടാങ്കിൾ എന്നുള്ളത് മനസ്സിൽ വരണം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഷേപ്പാണ് റെക്ടാങ്കിൾ. അതിന് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ 2 ഇൻറ്റു L + B ആണ് പെരിമീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരണം. ഇതൊന്നും നമ്മൾ ഈ ഒരു 10th-ൽ പഠിക്കുന്നതല്ല, മുമ്പ് ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് വായിക്കുമ്പോൾ ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ വായിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരണം. ഈസ് 42 meters. അപ്പൊ തന്നിരിക്കുന്ന എന്താണ്? നമുക്ക് 2 ഇൻറ്റു L + B എന്ന് പറയുന്നത് അവര് തന്നിട്ടുണ്ട് 42. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാം? L + B എഴുതാം അല്ലെ. 2നെ നമുക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈക്വൽ ടുന്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആവും. 42 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു എന്ത് വരും? 21. അപ്പൊ ഒരെണ്ണം കിട്ടി. L + B ഈക്വൽ ടു 21. ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ഒരു സെന്റൻസ് എന്ന് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 42 meters. നമുക്കിനി സെക്കൻഡ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ദ ഡയഗണൽ ഈസ് 15 meters. ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? AC ആണല്ലേ. ഇതിന്റെ ഡയഗണൽ ഞാൻ ലൈൻ കൊടുത്തിട്ടുണ്ട് ABCD. അപ്പൊ ഡയഗണൽ എന്ന് പറയുന്നത് AC ആണ്. AB ഉണ്ട്, BC ഉണ്ട് അല്ലെ. AB എന്ന് പറയുന്നത് ലെങ്ത് ആണ്, BC എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാ? റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 degree ആണ് അല്ലെ. അപ്പോ നമുക്ക് ഈ ABC എന്ന ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? AC സ്ക്വയർ എന്ന് പറയുന്ന ഹൈപ്പോട്ടനസ് ആണ്. അത് L² + B² ആണ്. L² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ + ബേസ് സ്ക്വയർ ആണ്. പൈതഗോറസ് തിയറം നമ്മൾ ചെയ്തു. ഇനി AC സ്ക്വയർ ആണ് നമുക്ക് തന്നിരിക്കുന്നത് 15². അപ്പൊ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാണ്. 15² = L² + B² തന്നിട്ടുണ്ട്.
ഇതാണ് നമുക്ക് സെക്കൻഡ് സെന്റൻസിൽ നിന്ന് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ്, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പൊ എല്ലിന് ഞാൻ 15 സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ എടുത്തു. ഞാൻ ബ്രെഡ്ത്തിന് പകരം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എൽ പ്ലസ് ബി 21 തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ബി എങ്ങനെ എഴുതാം? 21 മൈനസ് എൽ എഴുതാമല്ലോ. എൽ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 21 മൈനസ് എൽ എന്ന് എഴുതാം അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബ്രെഡ്ത്തിന്റെ സ്ഥാനത്ത് 21 മൈനസ് എൽ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 15 സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് അല്ലെ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഇത് 21 സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 21 ഇൻറ്റു എൽ വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, എൽ പ്ലസ് എൽ എന്ത് വരും? എൽ പ്ലസ് എൽ എന്ന് പറയുന്നത് 2l സ്ക്വയർ ആണ്. ഇനി 21 സ്ക്വയർ നമ്മൾ ചെയ്ത് നോക്കാം. 21 ഇൻറ്റു 21 1 2 2 4 എത്രയാ വരുന്നത്? 441 കിട്ടും അല്ലെ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 441 എൽ മൈനസ് ഇതെന്ത് വരും? 42 എൽ വരും. ദിസ് ഇസ് ഈക്വൽ ടു 225. ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. ആദ്യം 2l സ്ക്വയർ എഴുതാം, പിന്നെ നെക്സ്റ്റ് 42l എഴുതാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പ്ലസ് 441 മൈനസ് 225. ഇപ്പുറത്തെ സാധനം ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? മൈനസ് 225 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പൊ ദിസ് ബിക്കം 2l സ്ക്വയർ മൈനസ് 42l. ഇതൊന്ന് മൈനസ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, 41 മൈനസ് 225 എന്ത് വരും? നമുക്ക് 6 വരും. ഇവിടെ 1 വരും, 2 വരും. ഓക്കെ, 216 ആണ് എന്ത് വരുന്നത്? 441 മൈനസ് 225 216 ഈക്വൽ ടു 0. അതായത് നമുക്ക് ഈ ഒരു ഇക്വേഷനെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്ക് നമ്മൾ മാറ്റി. അതായത് 2l സ്ക്വയർ മൈനസ് 42l എടുത്തു പ്ലസ് 441. ഈ മൈനസ് 225 നമ്മൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ എന്താ ഉള്ളത്? പിന്നെ 0 ആണ് അല്ലെ. അപ്പൊ നമ്മൾ അത് എടുത്തു. എന്നിട്ട് 441 മൈനസ് 225 ചെയ്ത് കഴിഞ്ഞാൽ 216 കിട്ടും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലെ. ഇതിന്റെ സൊല്യൂഷൻ എല്ലാം എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നിങ്ങൾ നോക്കിയിട്ട് പറയൂ, ഇതിൽ എന്താണ് ബി? എ എന്താണ് വരുന്നത്? എൽ സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ്, അതായത് 2. ബി എന്താ വരുന്നത്? മൈനസ് 42 ആണ് കേട്ടോ. മൈനസ് 42 എന്തിന്റെ? എല്ലിന്റെ കോഎഫിഷ്യന്റ് ആണ്. ഇനി നെക്സ്റ്റ് സി എന്ന് പറയുന്നത് എന്താണ്? 216 ആണ്. അപ്പൊ എയും ബിയും സിയും കിട്ടി. നിങ്ങൾ ആദ്യം ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ റൂട്ട് എടുത്തിട്ട് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലിന്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന എല്ല് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ബി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബി ഈക്വൽ ടു 21 മൈനസ് എല്ലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബിയുടെയും കിട്ടും. ചെയ്ത് നോക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാൻ സാധ്യത. നിങ്ങളപ്പോ ഈ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മാത്തമാറ്റിക്കലി ഇന്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ 10th പഠിച്ച കാര്യങ്ങൾ മാത്രമല്ല, പ്രീവിയസ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ഇതിലത്തെ കേസിൽ പറയുകയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ അറിഞ്ഞിരിക്കണം. അതുപോലെ ഡയഗണൽ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം ആണ് നമ്മൾ യൂസ് ചെയ്ത്, അപ്പൊ അതറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ്ലി മാത്സിൽ പഠിക്കുന്ന പല ഇൻഫർമേഷൻസും യൂസ് ചെയ്തിട്ട് ഇക്വേഷൻസ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച 3 മെത്തേഡുകളിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയ മെത്തേഡ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്. അപ്പൊ ചെയ്തു നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ വരുന്നത് 12ഉം 9ഉം ആണ് വരുന്നത്. എൽ എന്ന് പറയുന്നത് 12ഉം ബി എന്ന് പറയുന്നത് 9ഉം ആണ്. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. എൽ എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യുമ്പോൾ എല്ലിന്റെ വാല്യൂ കിട്ടും. അതിൽ നിന്ന് 21 മൈനസ് 12 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി 9 ആയിട്ട് കിട്ടും.
അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, തന്നെ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ആവും. സെയിം മെത്തേഡ് നമ്മൾ ഇങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ b² - 4ac എന്നുള്ള ടേം ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസിലൊക്കെ അത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ട് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? -bന്റെ കൂടെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തിട്ട് /2 ചെയ്യുക. 2a ഓക്കെ അല്ലേ? 2a ചെയ്യുക. അപ്പൊ ഇവിടെ 4 ആയിരിക്കും. അത് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ബൈ.